അപ്പം മറ്റൊരു ചോദ്യമാണ് ഇങ്ങനത്തെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ, എന്തുകൊണ്ടാണ് അന്ന് നിങ്ങൾ നിശബ്ദരായിട്ടിരുന്നിട്ട് ഇന്ന് പ്രതികരിക്കണമെങ്കിൽ അന്ന് അതിന് സാധിച്ചുകൂടായിരുന്നോ എന്നാണ് പലരും ചോദിക്കുന്നത് പോലും. അല്ല, ഈ ചോദ്യം തന്നെ വരുന്നത് ഇവർക്ക് ഈ കൈക്കൂലി എന്നുള്ള സമ്പ്രദായം വളരെ ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും അതിലകത്ത് ഒരു വിയോജിപ്പില്ലായിരിക്കും. അതേസമയം സ്ത്രീകളുടെ പ്രശ്നത്തിൽ വരുമ്പോൾ ലൈംഗികത തന്നെ കൈക്കൂലിമാരി ആവശ്യപ്പെടുന്നതിൽ ഒരു തെറ്റും കാണാതിരിക്കുക. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഇതൊരു തൊഴിലിടം, സ്ത്രീക്കും വേണ്ടുന്ന ഒരു തൊഴിലിടമായിട്ട് ഇവർ കാണുന്നില്ല എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ 5-6 വർഷങ്ങളിൽ ശ്രദ്ധിച്ച ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി പടങ്ങൾ വരുന്നുണ്ട്, വലിയ വലിയ ക്ലബ്ബുകളിലേക്കൊക്കെ അത് കയറുന്നുണ്ടാവാം. പക്ഷേ സ്ത്രീകളുടെ പ്രസൻസ് എന്താണ്? മേ ബി ഈ കോണ്ടൻറ്റ് വൈസ് ഒരു ആൻറ്റി വുമൺ കോണ്ടൻറ്റ് ഇല്ലാതെ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ അപ്പോൾ പോലും സ്ത്രീകളുടെ സ്ക്രീൻ പ്രസൻസ് എന്താണ്, എത്രത്തോളം സ്ത്രീകളെ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമ വളരെ പുറകോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ വരുന്നത് ഇതൊക്കെ പുലിവാലാണെന്നുള്ളത്. അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്? ഇനിയിപ്പോൾ പഴയ കാലത്തെമാര് നാടകത്തിന് ആണുങ്ങളെ പെൺവേഷം കെട്ടിച്ചോണം ഇനി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നത്? അല്ല, എന്താണ് അവരൊരു കാഴ്ച കാര്യത്തിലൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നത്, നിങ്ങൾക്ക് ബ്രൈബ്, കൈക്കൂലി എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട ഒരിടമാണ്. അപ്പോൾ കൈക്കൂലി ചോദിക്കുന്നതാണ് തെറ്റ്, കൊടുക്കുന്നതും തെറ്റ് തന്നെയാണ്. പക്ഷേ ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രൈം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ഥിരതയില്ലാത്തൊരു ജോലി, ഒന്ന് ജോലിയാണ് എന്ന് സ്ത്രീകൾക്ക് പാഷനേറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇത് ആണുങ്ങൾക്ക് മാത്രമേ അവരുടെ പാഷന് പുറകെ പോകാൻ പറ്റുള്ളൂ. അവർ ജോലി വിട്ടും കിട്ടുന്ന ജോലി വേണ്ടാന്ന് വെച്ചാൽ സിനിമയ്ക്ക് പുറകെ എത്രയോ വർഷങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത് തിരിച്ച് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഉണ്ടായിക്കൂടെ? അപ്പോൾ സ്ത്രീകൾ അതിനകത്ത് എനിക്ക് ഈ ജോലി തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അത് അവരെ കുഴപ്പം. ഈ മനോഭാവമൊക്കെ മാറാതെ ഈ ചോദ്യങ്ങൾ നിലനിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങളൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഈ ജോലി ചെയ്യണം, ഈ ജോലി ചെയ്യാനുള്ള എല്ലാ അർഹതയും അവകാശവും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത് കിട്ടാനുള്ള അവകാശവും അർഹതയും ഞങ്ങൾക്കുണ്ടെങ്കിൽ മാന്യമായ ശമ്പളവും തന്ന് മാന്യമായ ട്രീറ്റ്മെൻറ്റും തന്ന് ഞങ്ങൾ ആ സ്പേസിൽ നിർത്തണം. അത് ചെയ്യേണ്ടത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിനൊരു മോണിറ്ററിങ് സംവിധാനം ഉണ്ടാവണം, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. അത് സിനിമ ഇൻഡസ്ട്രി, പണം ഇറക്കുന്നവരും അഭിനയിക്കുന്നവരും ടെക്നീഷ്യന്മാരെല്ലാവരും അത് അഡ്രസ്സ് ചെയ്യണം. ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നതിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുക, അത് തന്നെ റിപ്പോർട്ടിലൊരു കോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഇത്രയ്ക്കും ഉളുപ്പില്ലാതെ ചോദിക്കാൻ പറ്റുന്നത്, ഒരു പെൺകുട്ടി എനിക്ക് അഭിനയിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുമോ? നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഇത്ര തന്നെ, അല്ലെങ്കിൽ വെർബലി ചോദിച്ചോ ഇവിടെ ഒരു ജോലി ഉണ്ടോയെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുമോ? ഇല്ലല്ലോ. അത് തന്നെ ഈ തൊഴിലിടത്തിലും പാടില്ല, ചോദിക്കാൻ പാടില്ല. അപ്പോൾ അതിന് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ്, നമ്മളെ സ്ത്രീ സുരക്ഷ പറയുന്ന സംവിധാനങ്ങളുടെ അകത്തുനിന്നും മാത്രമല്ല, ഏറ്റവും കൂടുതൽ പവർ എൻജോയ് ചെയ്യുന്ന ഇതിനകത്തെ മനുഷ്യന്മാരാണ് അത് ഉറപ്പാക്കേണ്ടത്. എനിക്ക് അവർ മിണ്ടാതിരിക്കുന്നതിലൊക്കെ വലിയ പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവർ ആരും, ഇപ്പം നമ്മൾ കുറച്ച് സ്ത്രീകളെന്ന് പറയുമ്പോൾ ഈ WCCയിലുള്ള ഞങ്ങൾ 10-70 അല്ലെങ്കിൽ 100-ന് താഴെ വരുന്ന സ്ത്രീകളുടെ മാത്രം വിഷയമായിട്ട് അവരുണ്ടാക്കുന്ന പ്രശ്നമായിട്ട് ഇവർ എത്ര കാലം ഇതിനെയൊക്കെ എങ്ങനെ കൊണ്ടുപോകും? പറ്റില്ല. അപ്പോൾ അവർ ആൻസറബിൾ ആവേണ്ടി വരും. അതിനുള്ളൊരു കാര്യക്ഷമതയുള്ള, അത്രയും തിരിച്ചറിവുകളുള്ള ഒരു പൊതുസമൂഹം ഇവിടെ രൂപപ്പെടുന്നുണ്ടെന്നുള്ളത് അവർ തിരിച്ചറിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരായിരിക്കും. ശരിക്കും 2024 എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ പീക്കായിട്ടാണ് നമ്മളെല്ലാവരും കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തില്ല എങ്കിൽ, ഇത്തരം കാര്യം കൂടി മലയാള സിനിമ ഏറ്റെടുത്തില്ല എങ്കിൽ അത് വലിയൊരു വീഴ്ചയിലേക്കാണ് മലയാള സിനിമ കൂപ്പുകുത്താൻ പോകുന്നതെന്നുള്ളൊരു ചിന്തയിൽ. തീർച്ചയായിട്ടും. കാരണം ഒരു പോപ്പുലർ ആർട്ട് എന്ന് പറയുമ്പോൾ അതൊരു ആർട്ടാണ്. അപ്പോൾ ആർട്ട് മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആർട്ട് മാത്രമായിട്ട് നന്നായിട്ട് ഇരിക്കില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് മറ്റു അന്യഭാഷാ ചിത്രങ്ങളിൽ ചില മനുഷ്യരോട്, നസ്രുദ്ദീൻ ഷാ വായ തുറക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബഹുമാനമാണ്, സിദ്ധാർത്ഥ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്തുകൊണ്ടാണ് പ്രകാശ് രാജിനെ പോലുള്ള, അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു, ഞാൻ എടുത്ത് തന്നെ പറയുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ഒരു സെൻസിബിളായിട്ട് പൊളിറ്റിക്കലായിട്ട് നമ്മൾ നിൽക്കുന്ന തട്ടകം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കൂടെ എനിക്കും ബാധിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്ന ഒരു നടനോ ഒരു നടിയോ മറ്റു ഈ WCC അപ്പാർട്ട് ഫ്രം WCC ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? ഞാൻ വിചാരിക്കുന്നില്ല ഇവർക്ക് ബുദ്ധിയും ബോധവും ഇല്ല എന്നും.
സോ അത് വളരെ നിഷ്കരുണമായിട്ടുള്ള ഒരു കരുതലില്ലായ്മയും അത് അവരുടെ ടാക്ടിസുമാണ്. ആരെയാണ് പേടിക്കേണ്ടത്? സത്യത്തിൽ ഏറ്റവും പവർ പൊസിഷൻ ഉള്ളവർക്ക് ഒരു പൊസിഷൻ, ഒരു നിലപാടുണ്ടാകുമ്പോഴാണ് ആ ഇൻഡസ്ട്രി നന്നാവുക, അല്ലേ? ഇപ്പോൾ ഒരു ജോളിയെപ്പോലെ ഒരു പവർലെസ് ആയിട്ടുള്ള കുറച്ച് സ്ത്രീകൾ പറഞ്ഞതുകൊണ്ടല്ല, പക്ഷെ അവർക്കൊരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ എന്തുമാത്രം ഡിഫറൻസസ് ഉണ്ടാക്കാവുന്ന. അപ്പോൾ ഒന്ന് കേരളം എന്നൊരു സമൂഹം പറയുന്ന പുരോഗമനപരമായിട്ടുള്ള ഒന്നും തന്നെ സമൂഹത്തിലില്ല, രാഷ്ട്രീയത്തിലില്ല, സിനിമയിലില്ല, എവിടെയും ഇല്ല. അതിൻ്റെ തന്നെ ഏറ്റവും ഹയ്യസ്റ്റ് റിഫ്ലക്ഷനാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്നത്. അത് നിർഭാഗ്യകരം. അത് സിനിമയ്ക്കത് ഗുണം ചെയ്യൊന്നുമില്ല. കാരണം സെൻസിബിളായ കുറച്ച് പ്രേക്ഷകരും സിനിമ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മനുഷ്യരും രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പോക്ക് ഇപ്പം നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിക്ക് വലിയ ഗുണമൊന്നും ചെയ്യില്ല.